ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വലേറ്റയിലാണ്, ക്യാപിറ്റൽ സിറ്റി ഓഫ് മാൾട്ട. വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ പൂക്കളാണേ. ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യുവിന് മുന്നിലായിട്ട് മാൾട്ട ഫാഷൻ വീക്കിൻ്റെ ബാനറാണ് ഈ രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത്. അതിൻ്റെ പിക്ചേഴ്സാണ് ഈ കാണുന്നതെല്ലാം. ഈ ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്ചു കണ്ടില്ലേ? ഇത് 1913 പണി കഴിപ്പിച്ചതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ട്രൈറ്റൺ ഫൗണ്ടെയിൻ. എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കുറച്ച് നേരം സ്റ്റക്കായി പോകും കേട്ടോ. അത്ര ഭംഗിയാണിത് കാണാൻ. ഈ ഷോപ്സ് കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് പൈ, പാസ്റ്റേഴ്സി ഒക്കെ കിട്ടും കേട്ടോ. നല്ലൊരു ഈവനിങ് വൈബിലാണേ വലേറ്റ ഉള്ളത്. ഇതിവിടുത്തെ ബസ് സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള പ്ലാനിലാണ്. €1, €1.5 അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പ്രൈസ് വന്നിരുന്നത്. ചായയുടെ കൂടെ നമ്മൾ സമൂസയും കട്ട്ലേറ്റും ഉഴുന്നുവടയൊക്കെ ട്രൈ ചെയ്തു. അതിൽ സമൂസ അടിപൊളിയായിരുന്നു. വലേറ്റയിലെ ഈവനിങ്സ് എല്ലാം അടിപൊളി വൈബാണ്. വെറുതെ ഇതിൽ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്, ഈ പ്രാവുകളുടെ കൂട്ടം. നല്ല രസമല്ലേ കാണാൻ? മാൾട്ട എന്ന രാജ്യം കടലിനാൽ ചുറ്റപ്പെട്ടാണ് ഉള്ളത്. അതിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഈ 3 സീ ഗോഡ്സ് ഈ വാട്ടർ ബൗളിൽ പിടിച്ചു നിൽക്കുന്ന സ്റ്റാച്യു ഇവിടെ ഉള്ളത്. അതാണ് ഈ ട്രൈറ്റൺ ഫൗണ്ടെയിൻ. മാൾട്ടയുടെ സീ കൾച്ചറിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ഇന്ന് ആളുകൾ കുറവാണ് വലേറ്റയിൽ. അല്ലായിരുന്നെങ്കിൽ ഈ ഷോപ്സിൻ്റെ മുൻപിൽ എല്ലാം നിറയെ ആളുകളായിരുന്നേനെ. ഈ കാഴ്ച കണ്ടോ? സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ? സൂര്യൻ്റെ വാം കളറിലെ സ്റ്റാച്ചു തിളങ്ങുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി കുറച്ചു നേരം വലേറ്റയിലെ സ്ട്രീറ്റിലൂടെ നടക്കാം. അപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയാണിത്. എല്ലാവരും തകൃതിയായി ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളിൻ്റെ സമയമാണല്ലോ. ഒരു മേശയ്ക്ക് ചുറ്റും നിറച്ച ആളുകൾ. അതുപോലെ തന്നെ അവിടെ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ടൈമിൽ തന്നെ ഡ്രിങ്ക്സും ഫുഡും എല്ലാം കിട്ടുന്നുണ്ട്. സ്ക്രീനിൻ്റെ അടുത്ത് വലിയ ഫുട്ബോൾ കണ്ടോ? ഈ കാണുന്ന ബിൽഡിംഗ് കാണാൻ നല്ല രസമില്ലേ? പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ജനലും ബാൽക്കണിയും എല്ലാം മാൾട്ടയിലെ ബിൽഡിങ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളീ നടക്കുന്ന വഴികളിൽ ഒത്തിരി സുവനീർ ഷോപ്സും
അല്ലാതെയുള്ള ഷോപ്സും ഒക്കെയുണ്ട്. ഇപ്പോൾ സമയം ഒരു 8 മണി ആകാറായിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഷോപ്സും ക്ലോസ്ഡായി. എന്നാലും സുവനീർ ഷോപ്സ് എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ട്രീറ്റിലെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ വേറെ ലെവലാണ്. ഈ അപ്പച്ചനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പച്ചൻ്റെ തുമ്പിപ്പണ്ണ് ഫേമസ് ആണ്. ഈ സ്ട്രീറ്റിലൂടെ നടന്നാൽ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റുമേ. അതെല്ലാം കാണാൻ നല്ല രസമാണ്. ഒരെണ്ണത്തിന് 4.95, 3 സ്കാർഫിന് 10 യൂറോ. അത് കൊള്ളാല്ലേ. ഇവിടെ പലയിടങ്ങളിലായി ഈ ടെലിഫോൺ ബൂത്ത് കാണാം. ഒരു ചരിത്ര സ്മാരകമായാണ് ഇപ്പോൾ അത് സംരക്ഷിക്കുന്നത്. നമ്മളിവിടെ നിന്ന് നേരെ പോയത് ഒരു ഐസ്ക്രീം കഴിക്കാനാണേ. ഇതായിരുന്നു ഷോപ്പ്. പല ഫ്ലേവറിൽ സ്മോൾ, മീഡിയം, ലാർജ്, കപ്പിലും കോണിലും ഒക്കെ ഐസ്ക്രീം അവൈലബിൾ ആണ്. ഞങ്ങളൊരു ഹേസൽനട്ടാണ് ട്രൈ ചെയ്തത്. ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നേരെ ഇങ്ങിരട്ടി. എന്നിട്ട് ഇവിടെ ആളുകൾക്ക് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ വന്ന വഴി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ വൈബ് പെട്ടെന്ന് ചേഞ്ച് ആയത് കണ്ടോ. നൈറ്റ് ആയപ്പോൾ വേറൊരു വൈബാണ്. പക്ഷേ ഇതും അടിപൊളി തന്നെയാണ്. ഇനി നേരെ ഫൗണ്ടെയിനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. രാത്രിയിൽ അതിൻ്റെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ നൈറ്റ് വ്യൂ. നല്ല രസമില്ല കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് വലൈറ്റയിലെ ഞാൻ കണ്ട ഇന്ന് വൈകുന്നേരത്തെ കാഴ്ചകൾ. ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.